സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൻസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. ഹലോ വേൾഡ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേ ഓഫ് ശില്പ. ഇന്ന് നമ്മളൊരു പുതിയൊരു ട്രാവൽ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ ഡാർജിൽ ഡൂറിലോട്ടാണ് പോകുന്നത്. ഡാർജിൽ ഡൂർ നമ്മൾ ഇവിടുന്ന് ഒരു കുറച്ച് നല്ലൊരു ദൂരമുള്ള ഒരു ബീച്ച് സൈഡാട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ അധികം ഒന്നും കൂടുതലൊന്നുമല്ല എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ സ്ഥലങ്ങൾ കടന്ന് കറങ്ങിയിട്ടുള്ളതല്ലാതെ ഇവിടെ നമ്മൾ പുറത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഏകദേശം ഒരു ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിന്ന് രാവിലെ ഇറങ്ങിയാണ്. അപ്പോൾ ഇന്നിപ്പം ഇവിടുന്ന് ഇപ്പം നമ്മൾ സ്റ്റാർട്ട്ഫോർഡോട്ട് ചെല്ലും. സ്റ്റാർട്ട്ഫോർഡിൽ നിന്ന് പിന്നെ നമ്മൾ വാട്ടർലൂ എന്ന് പറയുന്നത്, അതായത് ട്രെയിൻ പിടിച്ച് നമ്മൾ വാട്ടർലൂ എന്ന് പറയുന്നൊരു സ്റ്റേഷനിലെത്തും. അവിടുന്ന് ഒരു എനിക്ക് തോന്നുന്നു ഒരു 2.5 എത്രയോ മണിക്കൂർ എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വൂളം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ചെല്ലുന്നത്. അവിടുന്ന് പിന്നെ ബസ് കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഡാർജിൽ ഡൂർ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ പ്ലേസിലോട്ട് പോകുന്നത്. പിന്നെ പിന്നെന്താ പറയാൻ വന്നു, അത് മറന്നുപോയി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആലോചിച്ചത്, അത് മറന്നുപോയി. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ്. അപ്പോൾ ഞങ്ങളൊരു പിക്നിക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താവുമെന്നൊന്നും അറിയില്ല. എല്ലാവരും ഉണ്ട്, ഞാനുണ്ട്, ധീരജേട്ടനുണ്ട്. ധീരജേട്ടൻ എൻ്റെ ഒഫീഷ്യൽ ക്യാമറാമാൻ. ഓക്കെ, പിന്നെ സ്മൃതി ഉണ്ട്, പിന്നെ സച്ചു ഉണ്ട്, പാറു ഉണ്ട്. കണ്ടോ? അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കൂട്ടുകാരെ പറയൂ. നമ്മൾ ഡാർജിൽ ഡൂർ പോകുന്നു. പോയിട്ട് വരാം, ബൈ. എല്ലാവരുടെയും വേഷഭൂഷാദികളെ പറ്റി പറഞ്ഞതാണ്. സാറിന്റെ നോക്കൂ, ഉന്മേഷോജ്വലമായ വേഷമാണ്. ഷർട്ട് നോക്കൂ, വെള്ള ഷർട്ടും പച്ച പാന്റും മഞ്ഞ ഷൂവും. ശില്പ ജോയിയെ നോക്കൂ, ശില്പ ജോയി അതിമനോഹരമായ ശില്പ ജോയിയെ നോക്കൂ എല്ലാരും. ശില്പ ജോയി മഞ്ഞ ഉടുപ്പ്, നീല നിക്കർ, പിങ്ക് ഷൂസ്. ഫുൾ സൈസ് ഒന്ന് എടുത്തത്. ഏതാ ഇതോ? കേറ് കേറ് കേറ്, പോ കേറ്. വേണോ? കേറ്. ഇവിടെ പോവാൻ വെമ്പിൾട്ടൺ പോവാൻ. ഞങ്ങൾ ഇവിടെ നിന്നാണ് ട്രെയിൻ കയറി വന്ന്. നമ്മൾ വാട്ടർലൂ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 17 നിന്നും നമ്മൾ നമ്മുടെ ഡാർജിൽ ഡോറിലേക്ക് പോവുകയാണ്. നമുക്ക് 8:25 ട്രെയിൻ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുക.
അതെ ഒഴിവെള്ളം. ഇവിടെ നല്ല തിരക്കുണ്ട്. നമ്മൾ സൺഡേ ആണ്, ആരും കാണൂല എന്നൊക്കെ വിചാരിച്ച് വന്നപ്പം ഇവിടെ ഒരു കല്യാണത്തിൻ്റെ ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ പോക്ക് കണ്ടിട്ട് ഇവരെല്ലാം അങ്ങോട്ടാന്ന് തോന്നുന്നു. നമ്മളങ്ങനെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ ക്യൂ നിൽക്കുകയാണ്. കാണിച്ചു തരാം. അങ്ങോട്ടേ ഉള്ളു. അവിടെ പോയി പിടിക്കാം, പോയി സീറ്റ് പിടിക്കാം. Sorry. No. Yeah, sure. Let me just. I was on the phone with him for 45 minutes. I don't even know what we were talking about. Nick is the guy you were having a conversation with. സുഹൃദീകൃതമായ നാട്ടുകാരി. അങ്ങനെ നമ്മൾ ഡൽഡോർ യാത്ര ആരംഭിക്കട്ടെ. ഹായ് സുഭാഷ്. അങ്ങനെ നമ്മൾ ഉന്തി തള്ളി നമ്മളെ ട്രെയിനിൽ നമ്മൾ കയറി. സീറ്റൊക്കെ നമ്മൾ ഒപ്പിച്ചെടുത്ത് അപ്പം സ്മൃതിതോ അവിടെ ഇരിക്കേട്ട അപ്പുറത്തെടുത്ത സ്മൃതി നമ്മൾ അപ്പുറത്താക്കി. നമ്മൾ ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണും. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ നമ്മൾ ഇതിനകത്തിരുന്ന് ഫുഡൊക്കെ തിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വാട്ടർലോന്നല്ലേ നമ്മൾ കയറിയേ. എവിടെ ആയിരുന്നു? ഡർഡിൽ ഡോറിലോട്ട് പോകും. എന്റെ അക്വാ പാർക്കിൽ പോയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ എല്ലാവരുമായിട്ട് പോണം. നമ്മൾ അങ്ങനെ ഡർഡിൽ ഡോർ അല്ല വൂൾ സ്റ്റേഷൻ എത്തി. ഇവിടുന്ന് നമ്മൾ ഒരു 15 മിനിറ്റ് ബസ് കയറിയിട്ട് ഡർഡിൽ ഡോർ പോകും. അത് സത്യം പറഞ്ഞാൽ ഫുൾ ഔട്ടർ ഇട്ട്. അതാണ് നിങ്ങൾ ആ വീഡിയോയിൽ ഫുള്ള് കാടും മടലയൊക്കെ കണ്ടത്. ഇനി കെട്ടിടങ്ങളൊന്നുമില്ല, ഫുൾ കാടും മടലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കയറി. ബസ്സിൽ നമ്മൾ അങ്ങോട്ട് പോവും. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ആദ്യമുക്കാൽ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി. ഇവിടെയും കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴേ അവിടുത്തെ അവസ്ഥ അറിയും. അപ്പം നമ്മൾ ഡർഡിൽ ഡോർ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ബസ് ഇറങ്ങി. ഇവിടുന്ന് ഇനി ഇതേ ഈ കാണുന്നത് ഇങ്ങനെ നടന്ന് എങ്ങോട്ടോ പോകണം. കറക്റ്റ് കണ്ടപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയ ആ ഒരു ഫീലുണ്ട്. കാര്യം ഊട്ടിയിൽ നമ്മൾ ഈ ഇങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോവില്ല, അതേപോലത്തെ ഒരു ഫീലായിരുന്നു. എന്തായാലും നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഭയങ്കര ചൂടിൽ ഇല്ലാത്തൊരു ക്ലൈമറ്റാണ്. തണുത്തൊരു കാറ്റും ഉണ്ട്, പിന്നെ ഒരു വെയിലും ഉണ്ട്. അങ്ങനെയാണ് നമ്മളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ ഇങ്ങനെ പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. നമുക്ക് പതുക്കെ നടക്കാം. സച്ചു പെട്ടിയും തൂക്കി പോകുന്നു. പൂക്കളമുള്ള ഷർട്ടിട്ട് സച്ചു പെട്ടിയും തൂക്കി. കുറച്ച് കഴിയുമ്പോൾ ഗൈസ് ഈ പെട്ടി ഉണ്ടല്ലോ ശില്പ തൂക്കുന്നത് കാണാം.
മനോഹരൻ. ആദ്യമായിട്ടാ കുന്ന് കയറി ബീച്ചിൽ പോണത്. ആള് മാറിപ്പോയെന്നാ കൂട്ടം മാറിപ്പോയത്. പ്രതി ഞങ്ങളിവിടെ ആള് മാറിപ്പോയി. പരസ്പരം ബ്ലോഗിങ് ചെയ്യുന്ന രണ്ട് ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി പോയിക്കൊള്ളൂ. പ്രതി ഇതാണ് നമ്മുടെ ഡർബിൾ ഡോർ എന്ന് പറയുന്ന ബീച്ച്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടില്ല, മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. നമ്മുടെ വർക്കല ക്ലിഫൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, വർക്കല ക്ലിഫിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. നമ്മൾ ക്ലിഫിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ പോലെ. എനിക്ക് ഇതൊക്കെ ഫസ്റ്റൊക്കെ വന്ന് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നത്. കറക്റ്റ് ക്ലിഫായിരുന്നു. ഞങ്ങൾ കുറച്ച് നടന്നിട്ടാട്ടോ ഇങ്ങനെ വന്ന കാര്യം, നല്ല ദൂരം ഉണ്ടായിരുന്നു നടക്കാനായിട്ട്. കുറേ ഇങ്ങനെ കുത്തനെ ഇറങ്ങി വരണം. അത് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് കുന്നിൻ്റെ മണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയ ബീച്ച് കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ അങ്ങനെ അല്ലല്ലോ, സ്ലോപ്പായിട്ട് നേരെ ചെന്ന് ബീച്ചിലോട്ടല്ലേ പോകുന്നത്. ഭയങ്കര തിരക്കുണ്ട്, നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് വെയിലൊരു ഇതേ അല്ല. കാര്യം സൺബാത്ത് ചെയ്യാമെന്ന് നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും.
അപ്പോൾ എല്ലാവരും പിക്നിക്കിന് വേണ്ടി സെറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്ന മൊത്തം. അതിൽ ഓരോന്നൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നവരും കുളിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി എവിടെയെങ്കിലും സ്പോട്ട് കിട്ടുമെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തോട്ട് ഒതുങ്ങണം. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ബ്ലോക്ക് ചെയ്യാതെ ഇതാണ് നമ്മുടെ ബീച്ച്. കണ്ട, പക്ഷെ ഭയങ്കര വെയിലാട്ടോ. അത് സഹിക്കാൻ പറ്റുന്നില്ല, ചൂടടിക്കുന്നു. നമ്മള് മറ്റേ അത് കൊണ്ടുവരാൻ മറന്നു. മറ്റേ ടെൻ്റൊക്കെ ഇങ്ങനെ ഇവിടെ അതൊക്കെ എല്ലാവരും കെട്ടി ഇരിപ്പുണ്ട്. നമ്മളത് കൊണ്ടുവന്നില്ല. പിന്നെ നമ്മളൊരു പാറയുടെ കീഴിലൊരു സ്പോട്ട് കണ്ടെത്തി. ഇപ്പം തൽക്കാലം നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിരിക്കും. എന്താ ഞാൻ പറയാൻ വന്നത്? വേറെന്തോ ഞാൻ പറയാൻ വന്നു. അത് കണ്ടോ, മറ്റേ ആ കടലിൽ നിന്നൊക്കെ വലിയ മീനൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് കരയെ കൊണ്ടിട്ട് ലേലം വിളിക്കുന്ന പോലെ സച്ചു. നിക്ക് അന്ന് അങ്ങോട്ട് കാണിച്ചേ. പിന്നെ നിങ്ങൾ ദൂരെ നോക്കുമ്പം കാണുന്ന വ്യൂ ഇല്ലതാണ് ആകാശവും കടലുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി നിൽക്കുന്നത്. കൊള്ളാമല്ലേ? നല്ല രസമുണ്ട്. പണ്ടും ബീച്ചിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഒന്നൊന്നും യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോ എടുത്താനേ. വെള്ളത്തിൽ ഇറങ്ങി ഗായ്സ്. ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇവിടെ നിറച്ച് കല്ലാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കല്ലുണ്ട്. അപ്പോൾ എക്സ്ട്രാ ഒരു ചെരുപ്പ് എന്ന് വെച്ചാൽ മണലല്ല, കല്ലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം കല്ല് നിൽക്കാൻ പറ്റത്തില്ല, കാലുവേദന എടുക്കും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. ഞാൻ കുറേ കല്ലൊക്കെ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ചെരുപ്പ് കയ്യിൽ കരുതിയിരിക്കുക. ഇവരൊക്കെ വെള്ളത്തിൽ മുങ്ങി, ഞാൻ മുങ്ങിയില്ല, എനിക്ക് പേടിയാവുന്നു. മുങ്ങിപ്പോകുമെന്ന് പേടിച്ചോണ്ട് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് തിരയുണ്ടെന്ന് ഇങ്ങനെ തിരയുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും കഴിക്കും. നമ്മൾ അവിടെ ഇങ്ങനെ പിക്നിക് സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കണം. എന്നിട്ട് നമ്മുടെ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങി വന്നിട്ട് നമ്മൾ വീട്ടിൽ പോകത്രേ ഉള്ളൂ. എടാ നേരത്തെ റെക്കോർഡ് ചെയ്ത റെക്കോർഡായല്ലോ.
പറയൂ അത് കാണിച്ച് നിങ്ങൾക്ക് എന്താണ് ഇല്ല അത് കാണിക്ക് എങ്കിലേ ഞാൻ പറയുള്ളൂ. പ്രേതത്തിനെ പോലെ ഇരിക്കുന്ന നമ്മൾ പറഞ്ഞു. സബ്ജക്ട് ലോസ്റ്റ്. ഓക്കെ, സബ്ജക്ട് കിട്ടിയിരിക്കുന്നു. പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇതൊരു നല്ല പിക്ച, നിങ്ങൾ എല്ലാരും വരണം. ഇവരിവിടെ നല്ല ചൂടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല ചൂടാണ്. പിന്നെ ഈ കല്ലൊക്കെ ഇങ്ങനെ ദേഹത്തെടുത്തിട്ടാ ഭയങ്കര ചൂടാ. പിന്നെ പക്ഷെ ഇപ്പൊ ഈ വെള്ളം ഭയങ്കര തണുപ്പാ. ആ ഭയങ്കര തണുപ്പില് അവിടെ പോയിട്ട് പിന്നെ ഇവിടെ വന്നിങ്ങനെ കിടക്കുമ്പോ നല്ല സുഖാണ്. എടാ സീരിയസ് ആയിട്ട് നിങ്ങളൊക്കെ പറയുമ്പോ ഞാൻ വ്ളോഗിങ് ആണ്, അതൊന്നും എടുക്കല്ല. എന്റെ ഫേസ് മാത്രം കോൺസെൻട്രേറ്റ്. അപ്പോ വെള്ളത്തിൽ തണുപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുമ്പോ നല്ല ചൂടായിരിക്കും, അപ്പൊ നല്ല സുഖമായിരിക്കും. പക്ഷെ ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ പൊള്ളുന്നൊന്നാ, എനിക്ക് പൊള്ളുന്നില്ല. അതെന്താന്നറിയാവോ സ്മൃതി? എനിക്ക് നല്ല ഗൈസ്, അതിനൊരു റീസൺ ഉണ്ട് ഗൈസ്. നമുക്കെല്ലാവർക്കും ഓരോ അതായത് ഗ്രാമപഞ്ചായത്ത് കാണും. സ്മൃതിയെ അതായത് ഗ്രാമപഞ്ചായത്തിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് തൊലിയാണ്, മനസ്സിലായോ? അതിലുള്ള സൈൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് തിരിഞ്ഞു കിടക്കുമോ മസാല ദോശ? ഇതേ കണ്ടോ, ഒരു രജിസ്റ്റർ ചെയ്തതിന്റെ സീല് കണ്ടോ? അതായത് പഞ്ചായത്ത് മെമ്പർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. ഇനി നമുക്ക് അതിനുള്ള തൊലിക്കട്ടിയില്ല. ഓക്കെ, ഇതൊക്കെ കട്ടിട്ട് ഞാൻ പറയുന്നത് മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ അത് ഇടാൻ പറ്റില്ല. പറയാം, എന്റെ ഫേസ് മാത്രം എടുക്കേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തന്നെ വന്ന് ഇവിടെ കിടക്കണം, എങ്കിലേ ആ രസമുള്ളൂ. ഇനി എല്ലാ വീക്കെൻഡ്സും നമുക്കിവിടെ ഇങ്ങനെ വരാം, അല്ലേ? നടക്കാതെ പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ പറയുമെങ്കിലും വരത്തില്ല. കഴിഞ്ഞു തളർന്നോ? സച്ച് ഏറ്റവും കയറി തളർന്നില്ലാരും. കേട്ടല്ലോ മോനെ, വരുന്നവരെല്ലാരും അങ്ങോട്ട് പോകുമ്പോ ചുഖവാ, ഇങ്ങോട്ട് വരുമ്പോ നല്ല ചെറിയ കയറ്റമൊന്നും അല്ല ഗൈസ്. 18ാം പടി ഇതിൽ സിമ്പിളാ. 18ാം പടിയൊക്കെ 18ാം പടി ശബരിമല അതെ ഉദ്ദേശിച്ചേ. ശബരിമല സിമ്പിൾ അല്ല. ശബരിമലയുടെ മുമ്പിൽ ഇതൊന്നുമില്ല. പക്ഷെ പക്ഷെ വെയിലും സ്റ്റെപ്പും എല്ലാം കൂടെ വലിയൊരു പൊരിവെയിലത്ത് കിടക്കുക, നേരെ തണുത്ത വെള്ളത്തിൽ കുളിക്കുക, പിന്നെയും പൊരിവെയിലത്ത് കിടക്കുക, വീണ്ടും തണുത്ത വെള്ളത്തിൽ കുളിക്കുക. ഒട്ടും സുഖകരമായിട്ടുള്ളൊരു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഡർഡിൽ ഡോർ? ശില്പ വളരെ വളരെ മികച്ച ഒരു യാത്രയായിരുന്നു ഡർഡിൽ ഡോർ. നിങ്ങൾ അങ്ങോട്ട് താഴോട്ട് നോക്കൂ, ഒന്ന് കാണിച്ചു കൊടുക്കൂ ധീരജയെ താഴോട്ട്. ഇത് മൊത്തം കയറി ഇറങ്ങി സൂപ്പറായിരുന്നു, എൻജോയ്മെന്റിന്റെ അറ്റ് ദ പീക്ക്. എന്നിട്ട് കയറ്റം കയറുമ്പോൾ ഉണ്ടല്ലോ, അത് മൊത്തം അങ്ങ് ഇറക്കി തരും. സുഖവാ. എന്തായാലും വാ, എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. ബെസ്റ്റ് പ്ലേസ് ആണ്, അടിപൊളി പ്ലേസ് ആണ്. എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഞങ്ങൾ വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കുക ഇവിടെ വന്ന്. എനിക്ക് അത്ര പറയാം. അങ്ങനെ നമ്മൾ ഡർഡിൽ ഡോർ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ്. സ്റ്റെപ്പ് കയറി ഉപ്പാട് വന്ന് കണ്ടോ. ഞങ്ങൾ പക്ഷെ ഇവിടെ അല്ല നിന്നത്, അപ്പുറത്തെ ഇതിലായിരുന്നു നിന്നത്. പക്ഷെ ഇവിടെ നിൽക്കുന്നതായിരുന്നു സുഖമെന്ന് തോന്നുന്നു, കാര്യം ഇവിടെ മണലായിരുന്നു. ഞങ്ങൾ നിന്ന സൈഡ് ഫുള്ള് കല്ലായിരുന്നു. എന്തായാലും നല്ലൊരു ഇതായിരുന്നു. ഇനി ഞങ്ങൾ ഇറങ്ങിയ കുറച്ച് വഴിയുണ്ട്, അത് തിരിച്ച് കയറണം പെട്ടിയൊക്കെ ആയിട്ട്, അതാണൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഞങ്ങൾ അടുത്ത ട്രിപ്പ് വരുന്നിടം വരെ